നമ്മളെപ്പോഴും സ്റ്റിച്ചിങ് പെർഫെക്ഷൻ, അതിൻ്റെ ഫിനിഷിങ് അങ്ങനത്തെ കാര്യങ്ങൾ കുറിച്ച് കൂടുതൽ എപ്പോഴും പഠിക്കാൻ ശ്രമിക്കും അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മെഷീനെ കുറിച്ചും അതിന് വരുന്ന കംപ്ലയിൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടെ തന്നെ പഠിക്കേണ്ടി വരും കേട്ടോ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം വന്നാൽ അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് റെക്ടിഫൈ ചെയ്യാനായിട്ടെങ്കിലും അത് നമുക്ക് യൂസ് ആവും. അപ്പോൾ എൻ്റെ മെഷീൻ്റെ പ്ലേറ്റും അതിൻ്റെ ടീത്തുമാണിത്. അപ്പോൾ ഈ ടീത്തിന് തേയ്മാനം വന്നതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് തുണി നീങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് വീഡിയോസ് കണ്ടു കേട്ടോ. എന്നിട്ട് ഞാൻ അവർ പറഞ്ഞ പോലെയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ടീത്തിന് തേയ്മാനം ഉണ്ടെന്ന്. ഞാൻ കറക്റ്റ് കാണിച്ചു തരാം അത് എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് കേട്ടോ. ഇപ്പോൾ ഈ പ്ലേറ്റിനും ഒരു പ്രശ്നം വന്നിട്ടുണ്ട് കണ്ടോ. അവിടെ ഒരു ചെറിയ മെറ്റൽ പോർഷൻ്റെ അവിടെ ഒരു ചെറിയ ഡിഫക്റ്റ് വന്നിട്ടുള്ളതുണ്ടോ. ഇതിങ്ങനെ തട്ടി അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ആ ഹോളിൻ്റെ അവിടെ നിറയെ ചെറിയ സ്ക്രാച്ചസ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു ടീത്ത് ഉണ്ടല്ലോ, ആ ടീത്ത് ഇങ്ങനെ സൈഡിലേക്ക് തേഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മെഷീൻ എടുത്തിട്ട് 6 വർഷമായി. അപ്പോൾ ടീത്തിന് തേയ്മാനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ സ്വന്തമായിട്ട് ശരിയാക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഈ പ്ലേറ്റും ടീത്തും സെപ്പറേറ്റും മേടിപ്പിച്ചിട്ട് ഇട്ട് നോക്കി കേട്ടോ. പക്ഷെ അപ്പോൾ കുറച്ച് ദിവസം അത് കറക്റ്റായെങ്കിലും അതിൻ്റെ ടൈം നമ്മുടെ ഷട്ടിൽ ടൈമിംഗ് ഉണ്ടല്ലോ അത് മാറിപ്പോയി. അപ്പോൾ പിന്നെയും സ്റ്റിച്ച് നൂല് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എനിക്കിനി നാളെയാണ് മെഷീൻ കിട്ടുള്ളൂ. ആക്ച്വലി ഇന്നലെ കഴിഞ്ഞായിരുന്നു, പക്ഷേ നാളെയാണ് ഞാനത് പോയി കളക്ട് ചെയ്യുള്ളൂ. അപ്പോൾ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കിയിട്ട് അത്ര ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പ്രോബ്ലംസ് അതൊക്കെ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ചില പ്രശ്നത്തിന് നമ്മളത് കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യോ ടെക്നീഷ്യൻ ഇങ്ങോട്ട് വിളിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് മെഷീനെയും കൂടെ കെയർ ചെയ്യുക. ഓക്കെ.